ചില കൊലയാളികൾ അവർ അതീവ ശ്രദ്ധയോടെ പദ്ധതിയൊരുക്കും. സമയവും കാലവും നിശ്ചയിക്കും, ലക്ഷ്യം നിറവേറ്റും. തെളിവുകൾ അവശേഷിപ്പിക്കാതെ അവർ സുരക്ഷിതരെന്ന് കരുതും. പക്ഷേ അന്വേഷകന്റെ അടയാത്ത കണ്ണുകളും ഉണർന്നിരിക്കുന്ന ബുദ്ധിയും സാങ്കേതിക വിദ്യയും ചേരുമ്പോൾ അവർക്കുള്ള വലയിൽ അവർ താനെ വീഴും. കോവിഡ് കാലത്തിന്റെ കഥകൾ ഒന്നൊന്നായി നമ്മൾ പുനർവായിക്കണം. ആ കാലത്തിന്റെ ശീലങ്ങൾ, കെട്ട പഴക്കങ്ങൾ, ഉള്ളിൽ ഉയരെടുത്ത കുറ്റവാസനകൾ, സ്വഭാവ വൈകൃതങ്ങൾ, മനസ്സ് മരവിപ്പിക്കുന്ന കൊലപാതകങ്ങൾ, കുഴിച്ചു മൂടപ്പെട്ട് കിടക്കുന്നുണ്ടാകും. അതൊക്കെ ആ ലോക്ക്ഡൌണിലെ മുഖംമൂടിയിൽ നമ്മൾ ആരായിരുന്നു എന്ന് ചികയാണ്. സദ്ഗുരു എന്നറിയപ്പെടുന്ന ജഗ്ഗി വാസുദേവും കൊല്ലത്തുള്ള സുചിത്ര പിള്ളയും തമ്മിൽ പരിചയമില്ല. പക്ഷേ ഹൗ സദ്ഗുരു കിൽ ഹിസ് വൈഫ് എന്ന ഗൂഗിൾ സെർച്ച് സുചിത്ര പിള്ളയ്ക്ക് വേണ്ടിയായിരുന്നു. അത് നാടിനെ നടുക്കിയ ഒരു കൊലപാതകത്തിലാണ് അവസാനിച്ചത്. മാർച്ച് 23 കൊട്ടിയം പോലീസ് സ്റ്റേഷൻ, കൊല്ലം ജില്ല. കൊല്ലം മുഖത്തല സ്വദേശി വിജയലക്ഷ്മി സ്റ്റേഷനിലേക്ക് എത്തിയത് അവരുടെ ചില ബന്ധുക്കളെയും കൂട്ടിയാണ്. അവരുടെ മകളെ കാണാനില്ല. മകൾ ഒരു ബ്യൂട്ടി പാർലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബ്യൂട്ടീഷ്യൻ അധ്യാപികയാണ്. മാർച്ച് 17 എറണാകുളത്തേക്ക് പോയ മകളെ കാണാനില്ല. വീട്ടിൽ നിന്നിറങ്ങിയ ദിവസം ഫോണിൽ ലഭ്യമായിരുന്നു. പക്ഷേ മാർച്ച് 20 സുചിത്രയെ അമ്മ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നതേയില്ല. തുടർന്ന് ഇത്രയും ദിവസം പല വിധത്തിലും നോക്കി. ഒടുവിൽ 2020 മാർച്ച് 23 ബന്ധുക്കളുമായി കൂടിയാലോചിച്ചു. പോലീസിൽ പരാതി നൽകാൻ അമ്മ തീരുമാനിക്കുകയായിരുന്നു. ബന്ധുക്കളുടെ പരാതിയിൽ കൊട്ടിയം പോലീസ് കേസെടുത്തു. ഉടൻ തന്നെ അന്വേഷണവും ആരംഭിച്ചു. ഫോൺ അപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. ദിവസങ്ങൾ നീങ്ങി. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. സുചിത്ര എറണാകുളത്തെത്തിയതിന്റെ സൂചനകൾ പോലും പോലീസിന് ലഭിച്ചില്ല. അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്ത സാഹചര്യത്തിലാണ് ആവശ്യം ശക്തമാക്കി വീണ്ടും സുചിത്രയുടെ അമ്മ വിജയലക്ഷ്മി ഹൈക്കോടതിയെ സമീപിച്ചത്. സുചിത്രയുടെ അമ്മ വിജയലക്ഷ്മി ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു. കോടതിയുടെ ഇടപെടൽ കേസിൽ ശക്തമായുണ്ടായി. ലോക്കൽ പോലീസിൽ നിന്ന് മാറ്റി കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ജില്ലാ ക്രൈംബ്രാഞ്ചിന് മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി സുചിത്രയുടെ മൊബൈൽ ഫോണാണ്. അതെങ്ങനെ കണ്ടെത്തും? ജില്ലാ ക്രൈംബ്രാഞ്ച് സുചിത്ര തിരോധാനം അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. സുചിത്ര പിള്ള, വയസ്സ് 42, ശ്രീവിഹാർ, നടുവിലക്കര, തൃക്കോവിൽ വട്ടം, മുഖത്തല, കൊല്ലം. പിതാവ് ശിവദാസ്, മാതാവ് വിജയലക്ഷ്മി. ആർക്കൊപ്പമാണ് സുചിത്ര പോയത്? എവിടേക്ക്? സുചിത്രയുടെ മൊബൈൽ ഫോൺ എവിടെ? SITക്ക് മുന്നിൽ നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു സോൾവ് ചെയ്യാൻ. സൈബർ ടീം തന്നെയായിരുന്നു അവരുടെ ആദ്യ ആശ്രയം. സൈബർ ടീം സുചിത്രയുടെ ഫോൺ പോയ വഴിയായിരുന്നു ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. 2020 മാർച്ച് 17 കൊല്ലത്ത് നിന്ന് സുചിത്ര നേരെ പാലക്കാട്ടേക്കാണ് യാത്ര ചെയ്തിരിക്കുന്നത്. കൊല്ലം കല്ലുംതാഴം ജംഗ്ഷനിൽ നിന്ന് പോകുമ്പോൾ സുചിത്രയുടെ ഫോൺ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. മാർച്ച് 19 വരെ
സുചിത്ര ഫോണിലൂടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു. 2020 മാർച്ച് 20 തീയതി ഫോൺ ഓഫായി. പാലക്കാടായിരുന്നു അപ്പോഴൊക്കെ സുചിത്ര. എറണാകുളത്തേക്കെന്ന് പറഞ്ഞിറങ്ങിയ സുചിത്ര എങ്ങനെ പാലക്കാട്ടെത്തി? 2020 മാർച്ച് 21 പാലക്കാട് 20 തീയതി സ്വിച്ച് ഓഫ് ആയ ഫോൺ പിന്നെ ഓണായിരിക്കുന്നത് അടുത്ത ദിവസം തൃശൂർ മണ്ണുത്തിക്ക് സമീപമാണ്. ഓണായി അധികം സമയം കഴിയുന്നതിന് മുൻപ് തന്നെ വീണ്ടും ഓഫായി. മാത്രമല്ല സിം സിഗ്നൽ പൂർണ്ണമായും നഷ്ടമായി. മാർച്ച് 20 21 ഈ 2 ദിവസങ്ങളിൽ ഒരു കോൾ പോലും ഈ ഫോണിൽ നിന്നും പുറത്തേക്ക് പോയിട്ടില്ല. എറണാകുളത്തേക്കാണെന്ന് പറഞ്ഞിറങ്ങിയ സുചിത്ര ആദ്യം പാലക്കാട്ടെത്തി, പിന്നെ തൃശൂരിൽ. അവിടെ ഫോൺ ഓഫായി. സുചിത്ര ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് എന്തിന്? അമ്മയെ വിളിക്കുന്ന പതിവ് തെറ്റിച്ചതെന്തിന്? ആരെങ്കിലും സുചിത്രയ്ക്കൊപ്പമുണ്ടോ? അന്വേഷകർ കുഴങ്ങി. സുചിത്ര ദുരൂഹമായ ഒരു തിരോധാനമായി. കോളുകൾ, ചാറ്റുകൾ, ചിത്രങ്ങൾ, അങ്ങനെ സുചിത്രയെ പിന്തുടരാൻ വേണ്ട ഒന്നും പോലീസിന്റെ കയ്യിലില്ല. ആകെയുള്ളത് ഫോൺ ഓഫാവുകയും ഓണാവുകയും ചെയ്ത ടവർ ലൊക്കേഷനുകൾ മാത്രം. സുചിത്രയുടെ ഫോൺ, അതിലെ സിം ആൻഡ്രോയിഡ്. കൂടുതൽ മുന്നോട്ടു പോകാൻ എന്തെങ്കിലും വേണം. പക്ഷേ വഴിയൊന്നും തെളിയുന്നില്ല. ഏതാണ്ട് അന്വേഷണം വഴിമുട്ടിയ മണിക്കൂറുകൾ, ദിവസങ്ങൾ. അപ്പോഴാണ് അന്വേഷകർക്ക് ഒരു നിർണായക വിവരം ലഭിക്കുന്നത്. സുചിത്ര മൊബൈൽ സിം എടുത്തിരിക്കുന്നത് സ്വന്തം പേരിലല്ല. സുചിത്ര പിള്ളയുടെ പേരിൽ സിം കാർഡുകളില്ല. സുചിത്ര ഉപയോഗിച്ചിരുന്ന സിം മറ്റൊരാളുടെ പേരിലാണ് എടുത്തിരുന്നത്. സുചിത്രയുടെ തിരോധാനം ഗൗരവമായപ്പോഴാണ് ഇങ്ങനെ ഒരു സിം തന്റെ പേരിലെടുത്ത കാര്യം സുചിത്രയുടെ ബന്ധു പോലീസിനെ അറിയിക്കുന്നത്. സൈബർ ടീം അലർട്ടായി. ഒരു ഭാഗ്യപരീക്ഷണം. അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തു. ആൻഡ്രോയിഡ് ലോഗിൻ ആകാത്ത ഫോണിൽ ആ സിം ഇട്ടു. ശേഷം ആൻഡ്രോയിഡ് ജിമെയിൽ ലോഗിൻ. സൈബർ വിദഗ്ധർ ജാഗ്രതയിലായി. ഊഹിച്ചുള്ള പാസ്വേഡുകൾ ശ്രമിക്കുന്നത് ചിലപ്പോൾ അബദ്ധമാകും. അപ്പോഴാണ് ആ ബന്ധു ഒരു കാര്യം കൂടി പറയുന്നത്. സുചിത്ര തന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച പാസ്വേഡ് റീസെറ്റ് ആക്കിയതായി ഓർക്കുന്നുണ്ട്. എങ്കിൽ ആ വഴി തന്നെ ആദ്യം നോക്കാം. ഫർഗെറ്റ് പാസ്വേഡ്. പാസ്വേഡ് മറക്കുമ്പോഴുള്ള ഓപ്ഷനിലൂടെ ലോഗിൻ. ഒരു ടീം ആകെ ആകാംക്ഷയിലാണ്. മെയിൽ ID നൽകിയ ശേഷം ഫർഗെറ്റ് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്തു. ആ ബന്ധുവിന്റെ ഫോണിൽ ഉടനെ മെസ്സേജിന്റെ ശബ്ദമെത്തി. അയാൾക്ക് ആ മെസ്സേജ് വന്നിരിക്കുന്നു. പാസ്വേഡ് റിക്കവറി നമ്പറായി സുചിത്ര നൽകിയത് ആ വ്യക്തിയുടെ നമ്പർ തന്നെയായിരുന്നു. അതേ നിമിഷത്തിൽ ആ ഫോണിൽ സുചിത്രയുടെ മെയിൽ ID ഓപ്പണായി. ഗൂഗിൾ അക്കൗണ്ട് ഓപ്പണായി. ഗൂഗിൾ ഡ്രൈവ് ഓപ്പണായി. ഗൂഗിൾ ഡ്രൈവിൽ കുറെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. സൈബർ ടീം ആദ്യം ആ ഗൂഗിൾ അക്കൗണ്ട് ആകെ പരതി. ആവശ്യമുള്ളതിലധികം വിവരങ്ങൾ തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ജിമെയിലിലൂടെയാണ് സുചിത്ര മിക്കവാറും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പ്രവർത്തിപ്പിക്കുന്നത്. പുതിയ പാസ്വേഡിലൂടെ ലോഗിൻ എളുപ്പമായി. സൈബർ ടീമും പോലീസും സുചിത്രയുടെ അമ്മയടക്കമുള്ള അടുത്ത ബന്ധുക്കൾക്ക് ഒപ്പമിരുന്നു. ഫോണിലെ ചിത്രങ്ങൾ കാണിച്ചു. കൂട്ടത്തിൽ ഒരാൾ അയാൾ സുചിത്രയുമായി അടുപ്പമുണ്ടെന്ന് തോന്നിച്ചു. അയാൾ സുചിത്രയുടെ കുടുംബവുമായി അടുപ്പമുള്ള ആളാണ്. പ്രശാന്ത് നമ്പ്യാർ. അയാളുടെ ഭാര്യയുടെ സുഹൃത്തും ബന്ധുവുമാണ് സുചിത്ര. പ്രശാന്തും സുചിത്രയും തമ്മിലും അടുപ്പമുണ്ട്. ചിത്രങ്ങളും അവർക്കിടയിലെ സോഷ്യൽ മീഡിയ ഇടപെടലുമൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. ഇനി വാട്സപ്പ് സന്ദേശങ്ങളും എടുക്കണം.
പോലീസിന് ഇപ്പോൾ ഒരു ലീഡുണ്ട്. പ്രശാന്ത് നമ്പ്യാർ സുചിത്രയ്ക്ക് അയച്ച സന്ദേശങ്ങളിൽ നിന്നും ഒരു ക്ലൂ കൂടി പോലീസിന് ലഭിച്ചു. ആ പാലക്കാട് യാത്ര, ആ യാത്രയിൽ സുചിത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ഒരുപക്ഷെ പ്രശാന്താകാം. ബന്ധുക്കളിൽ നിന്നും പ്രശാന്തിന്റെ ഫോൺ നമ്പർ പോലീസ് ശേഖരിച്ചു. സൈബർ ടീം ഒന്നുകൂടി ആ പ്രോസസ്സിലേക്ക് കടന്നു. പുറകിലേക്ക് പോയി ആ ദിവസം മുതൽ ഒന്നുകൂടി യാത്ര ചെയ്തു. മാർച്ച് 17 എറണാകുളത്ത് ക്ലാസ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് യാത്ര തിരിച്ച സുചിത്രയ്ക്കൊപ്പം ഒരിക്കൽ കൂടി സൈബർ ടീം. കൊല്ലം കല്ലുംതാഴം ജംഗ്ഷനിൽ നിന്ന് പോകുമ്പോൾ സുചിത്രയുടെ ഫോൺ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ ദിവസം ആ സമയം പ്രശാന്തിന്റെ ഫോണും അതേ ദിശയിൽ സുചിത്രയുടെ ഫോണിനൊപ്പം അതേ ടവറുകൾ താണ്ടി യാത്ര ചെയ്തിരുന്നു. പാലക്കാട് എത്തിയതും ഒരുമിച്ച് തന്നെ. മാർച്ച് 18, 19, 20 തീയതികളിൽ ആ ഫോൺ ഒരേ ഒരു ടവർ ലൊക്കേഷനിൽ, പാലക്കാട് മണലി ശ്രീറാം നഗറിൽ. മാർച്ച് 20 രാത്രി സമയം. അന്ന് സുചിത്രയുടെ ഫോൺ രാത്രിയോടെ ഓഫായി. അതേസമയം പ്രശാന്തിന്റെ ഫോൺ അപ്പോഴും ഓണായിരുന്നു. 2020 മാർച്ച് 21 തൊട്ടടുത്ത ദിവസം രാവിലെ പ്രശാന്ത് പാലക്കാട് നിന്നും യാത്ര തുടങ്ങി. മണ്ണുത്തി പോലീസ് സ്റ്റേഷന് സമീപമെത്തി. അല്പസമയം കഴിഞ്ഞപ്പോൾ സുചിത്രയുടെ ഫോണും ഓണായി. അധികം വൈകാതെ സുചിത്രയുടെ ഫോൺ ഓഫായി. ഇവിടെ 2 സാധ്യതകളാണ് പോലീസ് കാണുന്നത്. ഒന്ന്, തൃശൂർ മണ്ണുത്തിയിൽ പ്രശാന്തിനൊപ്പം സുചിത്ര കൂടി ഉണ്ടായിരുന്നു. 2, സുചിത്രയുടെ ഫോൺ മാത്രം പ്രശാന്തിന്റെ കയ്യിലായിരുന്നു, ഒപ്പം സുചിത്ര ഉണ്ടായിരുന്നില്ല. സാധ്യത രണ്ടാമത്തേതാണെങ്കിൽ സുചിത്ര എവിടെയെന്ന ചോദ്യം ആവർത്തിക്കണം. ഉത്തരം പറയേണ്ടത് പ്രശാന്താണ്, അതിൽ തർക്കമില്ല. ഇതേ സമയം പ്രശാന്ത് നമ്പ്യാർ സുചിത്ര പിള്ളയ്ക്ക് അയച്ച സന്ദേശങ്ങൾ സൈബർ ടീം വിശദമായി റിക്കവർ ചെയ്യുകയായിരുന്നു. അതിലൊരു സന്ദേശം, അത് കൊല്ലത്ത് നിന്നും പാലക്കാട്ടേക്കുള്ള ആ ദിവസത്തെ യാത്രയുടെ പ്ലാനിംഗ് ആയിരുന്നു. പാലക്കാട് ആ വീട്ടിൽ രാത്രി കയറാൻ കറുത്ത ഡ്രസ്സ് ധരിക്കണം എന്ന പ്രശാന്തിന്റെ ഉപദേശമാണ് ആ സന്ദേശം. അതായത് പാലക്കാട് യാത്ര ഇരുവരും ഒരുമിച്ചാണ് നടത്തിയത്. സംശയം പ്രശാന്തിലേക്ക് നീണ്ടതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. തെളിവുകൾ പരമാവധി വേണം. സൈബർ സെല്ലും പോലീസും അയാളെ നിഴൽ പോലെ പിന്തുടർന്നു. ഓരോ മണിക്കൂറിലും ആ ഫോണിൽ നിന്നും സന്ദേശങ്ങളിൽ നിന്നും ഇരുവർക്കുമിടയിൽ വളർന്നു വന്നിരുന്ന ബന്ധം അനാവൃതമായി. 2020 ഏപ്രിൽ 28 സുചിത്ര പിള്ള വീട് വിട്ടിറങ്ങിയിട്ട് 40 ദിവസത്തോടടുക്കുന്നു. മൊബൈൽ സിഗ്നൽ പിന്തുടർന്നെത്തിയ പോലീസ് പ്രശാന്ത് നമ്പ്യാരെ പാലക്കാട് നിന്ന് പിടികൂടി. ആദ്യമൊക്കെ നിഷ്കളങ്കനാകാൻ അയാൾ ശ്രമിച്ചു. പക്ഷേ പോലീസ് തെളിവുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു. അയാൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത ചിത്രങ്ങൾ, സന്ദേശങ്ങൾ. ഒടുവിൽ പ്രശാന്ത് നമ്പ്യാർ മെല്ലെ മെല്ലെ അയഞ്ഞു തുടങ്ങി. പ്രശാന്ത് നമ്പ്യാർ 33 വയസ്സ്, വടകര സ്വദേശി, സംഗീത അധ്യാപകൻ. കസ്റ്റഡിയിലായ പ്രശാന്തിനെ പോലീസ് ടീം ചോദ്യം ചെയ്തു. അയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. നേരത്തെ സുചിത്രയുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും കണ്ടെടുത്ത സന്ദേശങ്ങൾ അയാളുടെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ സൈബർ ടീം അത് അതിവേഗതയിൽ തന്നെ റിക്കവർ ചെയ്തു. ഏറെ നിർണായകമായത് പ്രശാന്ത് നമ്പ്യാരുടെ ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററിയാണ്. ഹൗ സദ്ഗുരു കിൽഡ് ഹിസ് വൈഫ്. ജഗ്ഗി വാസുദേവൻ എന്ന യോഗാ ഗുരുവിനെതിരെ ഭാര്യയുടെ പിതാവ് നൽകിയ പരാതി അക്കാലത്ത് വലിയ വിവാദമായിരുന്നു. ഭാര്യയുടെ ദുരൂഹ മരണം വിഷമോ ഉറക്ക ഗുളികകളോ നൽകിയതിലൂടെയാണെന്നായിരുന്നു അന്നത്തെ ആരോപണം. ഹൗ സദ്ഗുരു കിൽഡ് ഹിസ് വൈഫ് എന്ന പ്രശാന്തിന്റെ സെർച്ച് ആ ഒരു മരുന്നിനെക്കുറിച്ചോ വിഷത്തെക്കുറിച്ചോ അറിയാനാണ് പോലീസിന്റെ ഊഹം. സത്യങ്ങൾ ഓരോന്നായി അറിയണം. പ്രധാന ചോദ്യം, സുചിത്ര എവിടെ? അയാൾ ആ സത്യം ഏറ്റുപറഞ്ഞു. സുചിത്ര പിള്ള കൊല്ലപ്പെട്ടു. പ്രശാന്ത് നമ്പ്യാർ സുചിത്രയെ കൊന്നു. പാലക്കാട് മണലി ശ്രീറാം സ്ട്രീറ്റിൽ താൻ വാടകയ്ക്കെടുത്ത ആ വീട്ടുവളപ്പിനോട് ചേർന്നുള്ള
കാടുപിടിച്ച ചതുപ്പ് പ്രദേശത്ത് തന്നെ സുചിത്രയുടെ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട്. പോലീസ് ആ പരിസരം പരിശോധിച്ചു. ആൾതാമസമില്ലാതെ കാടുപിടിച്ചു കിടന്ന സ്ഥലം. അങ്ങനെ ഒരു സ്ഥലം അയാൾ തേടിപ്പിടിച്ചതുപോലെ തോന്നി പോലീസിന്. അയാൾ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ മൃതദേഹം പുറത്തെടുത്തു. പക്ഷേ ആ മൃതദേഹം കണ്ടപ്പോൾ പോലീസ് ഞെട്ടി. സുചിത്രയുടെ മൃതദേഹത്തിൽ കാലുകൾ ഉണ്ടായിരുന്നില്ല. അഴുകിത്തുടങ്ങിയ ആ മൃതദേഹത്തിലെ കാലുകൾ എവിടെ? മുപ്പത്തിമൂന്ന് വയസ്സുള്ള പ്രശാന്തിന് 42 വയസ്സുള്ള സുചിത്ര ചേച്ചിയായിരുന്നു. പ്രശാന്തിന്റെ ഭാര്യയുടെ ബന്ധുവും സ്നേഹിതയും. ഒരു കുടുംബ ചടങ്ങിനിടെയാണ് ഇരുവരും കൂടുതൽ അടുക്കുന്നത്. ആ ബന്ധം വളർന്നു. പ്രായവും ബന്ധവും പ്രണയത്തിന് വഴിമാറി. ചേച്ചി കാമുകിയായി. സുചിത്ര പിള്ളയുമായി ഉണ്ടായ പരിചയം സാമൂഹ്യ മാധ്യമ സന്ദേശങ്ങൾ വഴിയാണ് വലുതായത്. ആ ബന്ധം സ്ഥാപിച്ച പ്രശാന്ത് നമ്പ്യാർക്ക് പക്ഷേ അത് പ്രണയമായി വളർത്താൻ ധൃതിയായിരുന്നു. സുചിത്രയുടെ പണത്തിലായിരുന്നു അയാളുടെ കണ്ണുകൾ. എന്നാൽ പ്രണയത്തിൽ കുടുങ്ങിപ്പോയ സുചിത്ര അയാൾക്ക് വൈകാരികമായി അടിമപ്പെട്ടുപോയി. സുചിത്രയുടെ വിവാഹബന്ധവും അത്ര സുഖകരമായിരുന്നില്ല. ഇടയ്ക്കിടെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് അയാൾ സുചിത്രയിൽ നിന്ന് ധാരാളം പണം കടമായി വാങ്ങാൻ തുടങ്ങിയിരുന്നു. അതിനിടെയാണ് സുചിത്ര ആ ബന്ധത്തിൽ കൂടുതൽ സീരിയസ് ആയത്. പ്രശാന്തുമൊത്തുള്ള ഒരു ജീവിതം അവർക്ക് ആഗ്രഹമായി. അത് പ്രശാന്തിനോട് സുചിത്ര പങ്കുവച്ചു. പ്രശാന്ത് ഞെട്ടി. പെട്ടെന്ന് എതിർക്കാൻ കഴിയില്ല. പലപ്പോഴായി അയാൾ വാങ്ങിയ പണം അപ്പോഴേക്കും 2.5 ലക്ഷം കടന്നിരുന്നു. പിണങ്ങിയാൽ പണം തിരികെ കൊടുക്കണം. അയാൾ സുചിത്രയെ അനുനയിപ്പിച്ചു. തൽക്കാലം വഴങ്ങിയ സുചിത്ര ഒരാവശ്യം മുന്നോട്ട് വച്ചു. സുചിത്രയുടെ ആ പുതിയ ആവശ്യം പക്ഷേ അപകടമാണ്. അയാൾ കുഴങ്ങി. പ്രശാന്തിന്റെ ഒരു കുഞ്ഞ് തനിക്ക് വേണം. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കൃത്രിമ ബീജസങ്കലനത്തിലൂടെ അത് നടത്തണം. പക്ഷെ സുചിത്രയുടെ ആവശ്യം തനിക്ക് ദോഷമാണ്. കുഞ്ഞിനെ വേണമെന്ന് സുചിത്ര പിള്ള വാശി പിടിക്കുന്നത് ഈ രഹസ്യബന്ധം നാളെ പരസ്യമാകുന്നതിന് കാരണമാകും. അതോടെ തന്റെ കുടുംബജീവിതം തകരും. അയാൾ ഒരു പദ്ധതി തയ്യാറാക്കി. അയാളുടെ ഫൈനൽ പ്ലാൻ. പാലക്കാട് അതിനുള്ള കളമൊരുക്കി. വീടിനു പിന്നിലെ സ്ഥലം കണ്ടുവച്ചു. ഇനി സുചിത്രയെ ഇവിടെ എത്തിക്കണം. അയാൾ കൊല്ലത്തേക്ക് പോയി. കോവിഡ് കാലം. നാട് കോവിഡ് ഭീതിയിൽ അമരുന്ന ദിനങ്ങൾ. കൊല്ലം പള്ളിമുക്കിൽ ഒരു ബ്യൂട്ടീഷ്യൻ ട്രെയിനറായി ജോലി നോക്കുകയായിരുന്നു സുചിത്ര. അന്നും ആ സ്ഥാപനത്തിലേക്ക് അവർ എത്തി. മാർച്ച് 17 സുചിത്ര വീട്ടിൽ നിന്നും ജോലിക്കായി പള്ളിമുക്കിലെ ബ്യൂട്ടി ട്രെയിനിങ് അക്കാഡമിയിലേക്കാണ് പോയത്. അവിടെ എത്തിയ സുചിത്ര തനിക്ക് കുറച്ചു ദിവസം ലീവ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ പോകണം. ഭർത്താവിന്റെ അച്ഛന് സുഖമില്ല. അനുവാദം വാങ്ങി ഇറങ്ങി. വീട്ടിൽ പറഞ്ഞത് ഒരു ക്ലാസ് എടുക്കാൻ എറണാകുളത്ത് പോകണമെന്നും. രണ്ടിടത്തും 2 ന്യായങ്ങൾ. സുചിത്ര കൊല്ലം കല്ലുംതാഴത്തെത്തിയത് പ്രശാന്ത് നമ്പ്യാരുമായി പാലക്കാട്ടേക്ക് പോകാനാണ്. കാറുമായി പ്രശാന്ത് എത്തി. യാത്ര തുടങ്ങി. കുറച്ചു ദിവസം പാലക്കാട് താമസിക്കണം. പ്രശാന്തിന്റെ ഭാര്യ അപ്പോഴേക്കും കൊല്ലത്തെ സ്വന്തം വീട്ടിലേക്ക് വന്നിരുന്നു. പാലക്കാട് വാടക വീട്ടിൽ ആരുമില്ല. കുഞ്ഞു വേണമെന്ന സുചിത്രയുടെ ആവശ്യം മുന്നിലുണ്ട്. ആ ആവശ്യം നിറവേറിയാൽ തന്റെ കുടുംബജീവിതം തകരും. അപ്പോൾ ഇല്ലാതാകേണ്ടത് സുചിത്രയാണ്. മാർച്ച് 20 രാത്രി മെത്തയിൽ കിടക്കുകയായിരുന്ന സുചിത്രയുടെ തല അയാൾ ബലമായി തറയിൽ ഇടിച്ചിടിച്ചു പരിക്കേൽപ്പിച്ചു. സുചിത്ര നിലത്തു വീണു. പ്രശാന്ത് അവരുടെ ശരീരത്തിലേക്ക് ചാടിക്കയറിയിരുന്നു. ബലമായി അമർത്തി. മുട്ടുകൾ കൊണ്ട് മാറത്തമർത്തി ശ്വാസം മുട്ടിച്ചു. അവിടെയുണ്ടായിരുന്ന ഒരു എമർജൻസി ലാമ്പിന്റെ വൈദ്യുതി വയർ കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ചു. ആ പിടുത്തം അയാൾ പിന്നെ വിട്ടില്ല. മരണം വരെ. അതുറപ്പിക്കും വരെ അയാൾ മാരകമായി മുറുക്കിക്കൊണ്ടേയിരുന്നു. ദേഹത്ത് നിന്നിറങ്ങി ഒരു പുതപ്പെടുത്ത് അയാൾ ആ മൃതദേഹത്തിലേക്ക് ഇട്ടുമൂടി. സുചിത്രയുടെ ഫോൺ കൈക്കലാക്കി.
അത് സ്വിച്ച് ഓഫ് ചെയ്തു. അന്വേഷകരെ വഴിതെറ്റിക്കാൻ തൊട്ടടുത്ത ദിവസം തൃശൂരിലേക്ക് പോയി സ്വിച്ച് ഓൺ. ശേഷം അയാൾ ആ സിം കാർഡ് ഒടിച്ചു മടക്കി നശിപ്പിച്ചു. മൊബൈൽ ഫോണും സിം കാർഡും പല കഷ്ണങ്ങളാക്കി തൃശൂർ പാലക്കാട് ഹൈവേയിൽ പലയിടത്തായി അത് ഉപേക്ഷിച്ചു. പാലക്കാടേക്ക് മടങ്ങും വഴി അയാൾ ഒരു മൺവെട്ടിയും വാങ്ങി. മടങ്ങിയെത്തി ആ പുതപ്പ് മാറ്റി. മൃതദേഹത്തിൽ നിന്ന് ആഭരണങ്ങൾ അഴിച്ചുമാറ്റി. വീടിനു പിൻഭാഗത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ അയാൾ ആ പകലിൽ തന്നെ ഒരു കുഴിയെടുത്തു. മൃതദേഹം ആ കുഴിക്കരികിലായി വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം വിജയിച്ചില്ല. മാത്രമല്ല, ആരെങ്കിലും ശ്രദ്ധിക്കാനും ഇടയാകും. ആ കുഴിയിലേക്ക് അയാൾ ആ ദേഹം ഇറക്കി വെച്ചു. പക്ഷേ ഒരു ചെറിയ പ്രശ്നം, കുഴി ചെറുതാണ്. കുഴിയിലേക്ക് ഇറങ്ങാൻ ഒരു കത്തി കൊണ്ട് മൃതദേഹത്തിലെ 2 കാലുകളും അയാൾ വെട്ടിമാറ്റി. പിന്നീട് ആ മൃതദേഹം കുഴിയിലാക്കി മൂടി. പൈശാചികമായ കൊലപാതകം. മൃതദേഹത്തെ പോലും വെറുതെ വിടാത്ത ക്രൂരത. മൃഗങ്ങൾ ഈ മൃതദേഹം തോണ്ടി പുറത്തെടുക്കുമോ? സംശയമായി അയാൾ പാറയും സിമന്റ് കട്ടകളും ആ കുഴിക്ക് മുകളിൽ അടുക്കി മണ്ണിട്ട് മൂടി നന്നായി ഉറപ്പിച്ചു. സംഭവം നടന്ന ആ മുറി അയാൾ കഴുകി വൃത്തിയാക്കി. സുചിത്രയുടെ വസ്ത്രം, കണ്ണട, കഴുത്തിൽ ചുറ്റിയ വയർ തുടങ്ങിയവയും അയാൾ കത്തിച്ചു കളഞ്ഞു. സുചിത്രയുടെ ബാഗിലെ മേക്കപ്പ് സാധനങ്ങൾ പാലക്കാട് തോട്ടുപാലം ജംഗ്ഷന് സമീപം ഒരു തോട്ടിലേക്ക് ഉപേക്ഷിച്ചു. കാലുകൾ അരിഞ്ഞെടുത്ത വാക്കത്തി ചതുപ്പ് പുരയിടത്തിൽ എറിഞ്ഞുകളഞ്ഞു. ആ മൺവെട്ടി കാടുപിടിച്ച സ്ഥലത്ത് ഒളിപ്പിച്ചു. സാഹചര്യവും തെളിവും എല്ലാം പ്രതിക്കായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദം നിരത്തി. കൊലപാതകം, ധൈര്യത്തോടെയുള്ള യാത്ര, തെളിവ് നശിപ്പിക്കൽ. പട്ടാപ്പകലാണ് അയാൾ മൃതദേഹം മറവ് ചെയ്തത്. ആരും നോക്കാനില്ല, അയൽക്കാർ കാണുന്നില്ല. പകലിൽ പോലും മറയുള്ള കോവിഡ് കാലം. ആരും എത്തി നോക്കാനില്ല. അവനവനിലേക്ക് മുറി പൂട്ടിയിരുന്ന കെട്ടകാലം. ആ കാലത്തെ ഒരു കഥയാണ്. കൊല്ലം സെഷൻസ് കോടതിയിൽ പ്രതിക്ക് ശിക്ഷ ലഭിച്ചത് ജീവപര്യന്തം. പ്രോസിക്യൂട്ടർ ജി മോഹൻരാജ്. നാളെ മറ്റൊരു കേസുമായി വീണ്ടും കാണാം.